ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സൽ വേൾഡ്. ഇന്ന് നമ്മൾ എക്സലിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോം ടാബിലെ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഏരിയയിലെ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലെ ഹൈലൈറ്റ് സെൽസ് റൂളിനെ കുറിച്ചാണ്. ഹൈലൈറ്റ് സെൽസ് റൂളിൽ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ബിറ്റ്വീൻ, ഈക്വൽ ടു, ടെസ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഡേറ്റ് ഒക്യൂറിങ്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്നിവയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കണ്ടീഷൻ വെച്ചുകൊണ്ട് ഫോർമാറ്റിംഗ് ചെയ്യാനാണ് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഹൈലൈറ്റ് സെൽസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന സെല്ലുകൾ ഹൈലൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടീഷണൽ വാല്യൂവിന് മുകളിലുള്ള വാല്യൂസ് ഹൈലൈറ്റ് ആകാനാണ്. ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യേണ്ട സെൽസ് സെലക്ട് ചെയ്തതിന് ശേഷം ഗ്രേറ്റർ ദാൻ എന്ന കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ 1000 എന്ന് പറയുന്ന വാല്യൂ ആണ് കണ്ടീഷണൽ വാല്യൂ ആയിട്ട് കൊടുക്കുന്നത്. 1000 മുകളിലുള്ള വാല്യൂസ് എല്ലാം അവിടെ ഹൈലൈറ്റ് ആയി വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഓക്കെ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഇവിടെ ഹൈലൈറ്റിംഗ് അപ്ലൈ ആവുള്ളൂ. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ജസ്റ്റ് ഒരു പ്രീവ്യൂ മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ നമ്മൾ കൊടുത്താൽ മാത്രമാണ് ആ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ആവുള്ളൂ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഹൈലൈറ്റിംഗ് കളർ നമുക്ക് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം, എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ എൻഡിലായിട്ട് കസ്റ്റം ഫോർമാറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് യൂസ് ചെയ്യുന്നത് സെൽ ഹൈലൈറ്റിംഗ് കളറ് നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്ത് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അവിടെ അപ്ലൈ ചെയ്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഹൈലൈറ്റ് സെൽസ് റൂളിൽ നെക്സ്റ്റ് വരുന്നത് ലെസ് ദാൻ ആണ്. ഗ്രേറ്റർ ദാനിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലെസ് ദാൻ. കണ്ടീഷണൽ വാല്യൂവിന് താഴെയുള്ള വാല്യൂസാണ് ഇവിടെ ഹൈലൈറ്റ് ആവുന്നത്. ഗ്രേറ്റർ ദാൻ ചെയ്ത പോലെ തന്നെ നമുക്ക് കണ്ടീഷണൽ വാല്യൂ അപ്ലൈ ചെയ്ത് ഹൈലൈറ്റ് ചെയ്യാം. ഹൈലൈറ്റ് സെൽസ് റൂളിൽ നെക്സ്റ്റ് വരുന്നത് ബിറ്റ്വീൻ ആണ്. ഇതിൽ 2 കണ്ടീഷണൽ വാല്യൂസ് എൻ്റർ ചെയ്യണം. സെറ്റ് ചെയ്ത വാല്യൂസും അതിനിടയിലുള്ള വാല്യൂസും ഉള്ള സെൽസാണ് ബിറ്റ്വീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഹൈലൈറ്റ് ആവുന്നത്. 1000, 2000 അതിനിടയിലുള്ള വാല്യൂസും ഹൈലൈറ്റ് ആയതിൻ്റെ പ്രീവ്യൂ ഇപ്പോൾ നമുക്ക് ടേബിളിൽ കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഹൈലൈറ്റ് സെൽസ് റൂളിലെ ഈക്വൽ ടു എന്ന ഓപ്ഷൻ നോക്കാം. ഈക്വൽ ടു അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കണ്ടീഷണൽ വാല്യൂ ആണ് എൻ്റർ ചെയ്യേണ്ടത്. നമ്മൾ എൻ്റർ ചെയ്യുന്ന കണ്ടീഷണൽ വാല്യൂ ഉള്ള സെൽസ് മാത്രമാണ് ഹൈലൈറ്റ് ആവുക. ഫോർ എക്സാമ്പിൾ, 1500 എന്ന വാല്യൂ ഞാൻ കണ്ടീഷണൽ വാല്യൂ ആയിട്ട് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ 1500 ഉള്ള സെൽസ് മാത്രം അവിടെ ഹൈലൈറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഹൈലൈറ്റ് സെൽസ് റൂളിലെ ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എന്ന ഓപ്ഷൻ നോക്കാം. ഇതിനായി ടെക്സ്റ്റ് ഉള്ള കുറച്ച് സെൽസ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ദെൻ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ എടുക്കുന്നു. ഇവിടെ കണ്ടീഷണൽ വാല്യൂ ആയിട്ട് ഏതെങ്കിലും ആൽഫബറ്റോ നെയിമോ നമുക്ക് എൻ്റർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എ എന്ന് മാത്രം ഞാൻ കണ്ടീഷണൽ വാല്യൂ കൊടുക്കുമ്പോൾ എ എന്ന ആൽഫബറ്റ് ഉള്ള സെൽസ് അവിടെ ഹൈലൈറ്റ് ആയത് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് പ്യൂൺ എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ ഞാൻ കണ്ടീഷണൽ വാല്യൂ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പ്യൂൺ എന്ന് പറയുന്ന സെല്ല് മാത്രം, ആ ഡാറ്റ ഉള്ള സെല്ല് മാത്രം അവിടെ ഹൈലൈറ്റ് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹൈലൈറ്റ് സെൽസ് റൂളിൽ നെക്സ്റ്റ് വരുന്നത് എ ഡേറ്റ് ഒക്യൂറിങ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഈ ഹൈലൈറ്റിംഗ് ഡേറ്റ്സിൽ മാത്രമാണ് വർക്ക് ചെയ്യൂ. ഇവിടെ ഞാൻ കുറച്ച് ഡേറ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. എ ഡേറ്റ് ഒക്യൂറിങ് എന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ കണ്ടീഷൻസ് നമുക്ക് കാണാം. ഏത് കണ്ടീഷനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. കണ്ടീഷൻ അനുസരിച്ചുള്ള ഹൈലൈറ്റിംഗ് നടക്കുന്നത് നമുക്ക് കാണാം. ഹൈലൈറ്റ് സെൽസ് റൂളിൽ നെക്സ്റ്റ് വരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്ന ഓപ്ഷനാണ്. ഈ ഓപ്ഷനിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസും യുണീക്ക് വാല്യൂസും ഹൈലൈറ്റ് ചെയ്യാം. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന കണ്ടീഷൻ സെലക്ട് ചെയ്തപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഹൈലൈറ്റ് ആയ പ്രിവ്യൂ നമുക്ക് കാണാം. അതുപോലെ യുണീക്ക് സെലക്ട് ചെയ്താൽ യുണീക്ക് വാല്യൂസും കാണാം. യുണീക്കും ഡ്യൂപ്ലിക്കേറ്റും നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കുമല്ലോ. 2 അതിൽ കൂടുതൽ പ്രാവശ്യമോ ആവർത്തിച്ച് വരുന്ന വാല്യൂസിനെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്നും ആവർത്തിക്കാതെ റിപ്പീറ്റേഷൻ ഇല്ലാതെ വരുന്ന വാല്യൂസിനെ യുണീക്ക് വാല്യൂസ് എന്നുമാണ് നമ്മൾ പറയുന്നത്. ഇത്രയുമാണ് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലെ ഹൈലൈറ്റ് സെൽസ് റൂളിൽ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.